ഇന്ത്യക്കെതിരായ US-ൻ്റെ നിലപാടിന് പിന്നിലെ പ്രകോപനം എന്താവും? സംശയമെന്ത്? റഷ്യയുമായുള്ള ബന്ധം തന്നെ. ഇന്ത്യക്കെതിരെ കുറച്ചു നാളുകളായി US പരസ്യ പ്രതികരണം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് US-ൻ്റെ ഈ പരസ്യ പ്രതികരണങ്ങൾ? കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ അടുപ്പക്കാരൻ കൂടിയായ വൈറ്റ് ഹൗസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ നടത്തിയ വിമർശനം ശ്രദ്ധേയമാണ്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഇന്ത്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നാണ് സ്റ്റീഫൻ മില്ലറിൻ്റെ ആരോപണം. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മില്ലർ തുടർന്ന് പറയുന്നത് ഇങ്ങനെ: റഷ്യ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അങ്ങനെ റഷ്യയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു. എത്ര ബാലിശമായ ആരോപണമാണിത്! ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ കുത്തി നേരത്തെ ട്രംപ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വൈറ്റ് ഹൗസിലെ ഒരു ഓഫീസർ വിമർശനവുമായി വരുന്നത്. മില്ലർ തുടർന്ന് പറയുന്നത് ഇങ്ങനെ: ചൈനയുമായി ചേർന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങി റഷ്യയെ പിന്തുണയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അതല്പം ഗൗരവമുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പോലും അത് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നാണ് മില്ലറിൻ്റെ ആരോപണം. ഇന്ത്യക്ക് റഷ്യയെ തള്ളിപ്പറയാൻ കഴിയില്ല, ഒരിക്കലും. ചരിത്രപരമായി തന്നെ ഇഴപിരിയാനാവാത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. US അല്ല, എന്നും ഇന്ത്യയുടെ വിശ്വസ്തനായ സുഹൃത്ത് റഷ്യയാണ്. അതിനിടെ കേന്ദ്ര സർക്കാരും രാജ്യത്തിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കേന്ദ്രം പറയുന്നു. അതിനിടെ ട്രംപ് ഇന്ത്യക്ക് ചുമത്തിയിട്ടുള്ള 25% ഇറക്കുമതി തീരുവ രാജ്യത്തിന് ആശങ്ക നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 8 മുതലാണ് തീരുവ പ്രാബല്യത്തിൽ വരിക. എന്നാൽ അത്ര ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ താരിഫ് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യയും റഷ്യയും കുറിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായി മാറിയിരുന്നു. ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്വ്യവസ്ഥകൾ ജീവനില്ലാത്തതാണെന്നായിരുന്നു ട്രംപിൻ്റെ വിവാദ പരാമർശം. ഈ പരാമർശത്തിനൊപ്പം ഇന്ത്യയിലെ തീരുവകൾ വളരെ കൂടുതലാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ലോകത്ത് വലിയ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നും ട്രംപ് വിമർശിച്ചു. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിൻ്റെ തന്ത്രമാണിതെന്നാണ് വിലയിരുത്തൽ. വിവാദ പരാമർശത്തിനൊപ്പം മറ്റൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പാകിസ്ഥാനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. US-ഉം പാകിസ്ഥാനും സംയുക്തമായി പാകിസ്ഥാനിൽ എണ്ണ പര്യവേഷണം നടത്തുമെന്നും ചിലപ്പോൾ ഇന്ത്യക്ക് പോലും പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന കാലം വിദൂരമല്ലെന്നും ട്രംപ് തട്ടിവിട്ടിരുന്നു. എന്നാൽ അത്രയും മാസീവ് ഓയിൽ റിസർവ് പാകിസ്ഥാനിലില്ലെന്നും ട്രംപ് വെറുതെ തള്ളിമറിക്കുന്നതാണെന്നും വിലയിരുത്തലുണ്ടായി. ഇക്കാര്യത്തിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. എന്തിനു വേണ്ടി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നേക്കാം. US-ഇന്ത്യ വ്യാപാര കരാറാണ് ട്രംപ് ഉന്നം വയ്ക്കുന്നതെന്നാണ് കരുതുന്നത്.